ഹായ് ഹലോ നമസ്കാരം കുട്ടികളെ. ഇത് കുട്ടിക്കളിയല്ല, ഇത് കുട്ടിക്കളിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒത്തിരി കൂട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, മലയാളികൾ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു അതിഥിയാണ്. നമ്മുടെ പല സിറ്റുവേഷനിലും നമ്മൾ വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു വാവയുണ്ട് നമുക്ക്, മലയാളികളുടെ സ്വന്തം വാവ സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടാ സ്വാഗതം. സുരേഷ് ഏട്ടനാണ് നമ്മളോടൊപ്പം ഇന്ന്. ഇത് കുട്ടിക്കളിയല്ലേ. സുരേഷ് ഏട്ടൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്താണ് അറിയുന്നത് സുരേഷ് ഏട്ടനെ കുറിച്ച്? മോൻ പറഞ്ഞേ, മൈക്ക് കൊടുത്തോ, പെട്ടെന്ന് വാങ്ങിച്ചോ. ആ, എന്തുവാണ്? പാമ്പിനെ പിടിക്കുന്ന ആള്. അല്ലാതെ വേറെ ആർക്കൊക്കെ അറിയാം, എന്തൊക്കെ അറിയാം? അപ്പൊ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു പാമ്പിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ അവർക്ക് മനസ്സിലുണ്ട്. അപ്പൊ അതും ചേട്ടനും എന്തെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് അവർക്ക് ചോദിക്കാം. അപ്പൊ ഇന്ന് അതിനുള്ള ദിവസമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സുരേഷ് ഏട്ടനോട് ചോദിക്കാം കേട്ടോ. ശരി, അപ്പൊ ഇനി സുരേഷ് ഏട്ടൻ നമ്മളൊന്ന് അഡ്രസ് ചെയ്യട്ടെ. കൂട്ടുകാർക്കൊക്കെ സുഖമാണോ? എല്ലാരും ഭക്ഷണം കഴിച്ചോ? എന്താ ഒരു ഉഷാറില്ലാത്ത? ഭക്ഷണം കഴിച്ചോ അല്ലേ? മൈക്ക് പറയാനുള്ളവർക്ക് മൈക്ക് കൊടുത്തേ കേട്ടോ. അപ്പൊ നമുക്ക് അവധിയാണല്ലേ, സ്കൂൾ അവധിയാണല്ലേ? അപ്പൊ സ്കൂൾ അവധി സമയത്ത് നിങ്ങൾ ഒരുപാട് പറമ്പിലും ഒക്കെ പോകാറുണ്ടോ? കളിക്കാനൊക്കെ പോകാറുണ്ടോ? കളിക്കാനൊക്കെ പോയിട്ടല്ലോ പാമ്പിനൊക്കെ പോയി പിടിച്ചായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ പിടിച്ചേ? പൂമ്പാറ്റയെ പിടിച്ചോ? തുമ്പിയെ പിടിച്ച് കല്ലെടുപ്പിച്ചോ? നമുക്കപ്പോൾ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ പാഴ്സൽ വന്ന് വയ്ക്കുന്നുണ്ട്. പാഴ്സൽ പൊതിഞ്ഞ് ബോട്ടിലാക്കി വീട്ടിൽ കൊണ്ടുപോയി അച്ഛനും അമ്മയും ഒക്കെ കിടക്കുന്ന റൂമിനകത്ത് തുറന്നു തരണം. എല്ലാവർക്കും ഓരോ മൂർഖന്റെ കുഞ്ഞുങ്ങളെ തരാം. ഇഷ്ടമാണോ എല്ലാവർക്കും? ആരൊക്കെ കൊണ്ടുപോകുന്നില്ല? കൈ ഉയർത്തി. ആർക്കൊക്കെ വേണം? ആർക്ക് വേണം പാമ്പിനെ? ആർക്ക് വേണം? ആർക്കും വേണ്ടേ? കുഞ്ഞാറ്റയ്ക്ക് വേണം അല്ലേ? കുഞ്ഞാറ്റയല്ലേ കുഞ്ഞിന്റെ പേര്? കുഞ്ഞാറ്റ ഏത് കോളേജിലാ പഠിക്കണേ? ഏത് കോളേജിലാ പഠിക്കണേ? ഏത് കോളേജിലാ കുഞ്ഞാറ്റ പഠിക്കണേ? സ്കൂളിലാ പഠിക്കണേ? അയ്യോ, ഞാൻ കോളേജിലെന്നാ വിചാരിച്ചേ. ഏത് സ്കൂളിലാ? ലിറ്റിൽ കളേഴ്സ് പബ്ലിക് സ്കൂൾ. ലിറ്റിൽ കളേഴ്സ് പബ്ലിക് സ്കൂൾ അല്ല, ലിറ്റിൽ കളേഴ്സ്. ലിറ്റിൽ കോളേഴ്സ് പബ്ലിക് സ്കൂൾ. ശരി. ഈ അങ്കിളിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ മോൾ എന്ത് ചോദ്യം ചോദിക്കും? ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാവുന്നില്ലേ? ശരി, അപ്പൊ ചോദിക്കാനുള്ളവരുടെ മൈക്ക് കൊടുത്തേ. സുജീഷ സുബി. പാമ്പിനെ കാണുമ്പോ പെട്ടെന്ന് എങ്ങനെ അതിന്റെ വയസ്സൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്? ഈ പാമ്പിനെ കാണുമ്പോ ഒരിക്കലും വയസ്സ് തിരിച്ചറിയാൻ പറ്റില്ല. അതല്ല, പാമ്പിനെയൊക്കെ കാണുമ്പോ പെട്ടെന്ന് അതിന്റെ വയസ്സൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? പാമ്പിനെ കാണുമ്പോ അങ്ങനെ പെട്ടെന്ന് വയസ്സ് മനസ്സിലാവും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പാമ്പിന്റെ മുട്ടയൊക്കെ വിരിയിച്ച് ആ കുഞ്ഞുങ്ങളെ കാട്ടിലേക്ക് വിടുന്നതിന് മുന്നേ കുറേ എണ്ണത്തിന് സെലക്ട് ചെയ്യും. 1, 2, 5 എണ്ണത്തിന് സെലക്ട് ചെയ്ത് അതിനെ മാറ്റി വെച്ചിട്ട് ആ ജനിച്ച സമയവും ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ടതിന് ശേഷം ഒരു ആഴ്ച, ഒരു മാസം, ഒരു വർഷമാകുമ്പോൾ എത്ര സൈസ് ഉണ്ടാവുന്നു, എത്ര ഭാരം ഉണ്ടാവുന്നു, തലയുടെ മുകളിലുള്ള മാർക്കുകൾ മനസ്സിലാക്കി പാമ്പിൻ്റെ പ്രായം മനസ്സിലാക്കും. അല്ലാതെ സാധാരണ ഒരാളിന് അറിയാൻ കഴിയില്ല. ഞാനൊക്കെ മേലെ കടന്നു വരുമ്പോൾ പാമ്പിൻ്റെ വയസ്സൊന്നും ആരും പറയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചില ദൃശ്യ മാധ്യമങ്ങളിൽ പാമ്പിന് 10 വയസ്സായി 8 വയസ്സായെന്ന് പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ എല്ലാവരും 8 വയസ്സും 10 വയസ്സും പറഞ്ഞു നടക്കാം. ഈ പാമ്പ് എത്ര വയസ്സ് വരെ ജീവിക്കും? നല്ല ചോദ്യം. ഇതൊക്കെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണോ? അല്ല അല്ലേ? സന്തോഷം. പാമ്പ് സാധാരണ മൂർഖൻ, പെരുമ്പാമ്പ്, രാജവമ്പാല ഇങ്ങനെ പാമ്പുകൾ കൂടുകളിൽ 20 വർഷം ജീവിച്ചതായി പറയുന്നു. കൂടുകൾ അതായത് സ്നേക്ക് പാർക്കുകളുടെ കൂടുകൾ. പുറത്തുള്ള ഇപ്പം നമ്മൾ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ആ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പാമ്പുകളുടെ ആയുസ് ഒരിക്കലും പഠിക്കാൻ കഴിയും. കൂടുകൾക്ക് ഇപ്പം നമ്മൾ ആരോഗ്യവാനായ നമ്മളെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് നമുക്ക് ആയുസ് കുറഞ്ഞ് ജീവിക്കാൻ കഴിയും. ഒരു കുഞ്ഞു കൊടുക്കുക റൂമിനകത്ത് അടച്ചു കഴിഞ്ഞാൽ. അതുപോലെ അവരെ പിടിച്ച് ജയിലിലടയ്ക്കുകയാണ്. അപ്പോൾ അവർക്ക് ആയുസ് കുറയും. അവർക്ക് ഇപ്പം ഒരു ആനയ്ക്ക് ഒരു ശരാശരി ഒരു ദിവസം 25 കിലോമീറ്റർ സഞ്ചരിക്കും കാട്ടിൽ ജീവിക്കുന്ന ആനകൾ. അപ്പോൾ അതുപോലെ പാമ്പുകൾക്കും അതുപോലെ സഞ്ചരിച്ച് പോകണം, അതുപോലെ ഭക്ഷണം തേടണം, വെള്ളം കുടിക്കണം, ഇതെല്ലാം വേണം. അപ്പോൾ അവർക്ക് സഞ്ചരിച്ചില്ലെങ്കിൽ അവർക്ക് ഓരോ അസുഖങ്ങൾ, പാമ്പുകൾക്ക് എല്ലാ അസുഖം ഉണ്ടാവും. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, പനി, ജലദോഷം എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിക്കും, നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനൊരു ചോദ്യം കൂട്ടുകാരുടെ അടുത്തിട്ട് ചോദിക്കട്ടെ. എല്ലാവരും നല്ല സ്മാർട്ടാണോ? എന്ത് പറ്റി? എല്ലാം സ്മാർട്ടാണോ? അങ്ങനെ കഴിച്ചല്ലോ, നല്ല സ്മാർട്ടായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ചോദ്യം, ലോകത്തിൽ പാമ്പുകൾക്ക് വിഷമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുള്ളൊരു കൈ പോക്കണം. പാമ്പിന് ഉണ്ടെന്നുള്ളൊരു കൈ പോക്കണം. ശരി, തദ്രോ പാമ്പിന് വിഷമില്ല എന്നുള്ളൊരു കൈ പോക്കണം. ജിഷ്ണുവിന് സംശയമൊന്നുമില്ല, കൈ പൊക്കണം. 3 പേരാണ് പാമ്പുകൾക്ക് വിഷമില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. വിഷത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്?
പോയിസൺ. പോയിസൺ ശരിയാണ്, സമ്മതിച്ചു. അല്ല ഈ എന്റെ ചോദ്യം അതല്ല. പാമ്പുകൾക്ക് വിഷമുണ്ടോ ഇല്ലയോ? ഇല്ല എന്ന് പറഞ്ഞു 3 പേര്. എന്നാൽ പാമ്പിനുള്ള സാധനത്തിന്റെ പേരെന്താ? അത് അമൃതം എന്ന് പറയാം. ഏറ്റവും വലിയ അമൃതാണ് പാമ്പിന്റെ ഏറ്റവും വലിയ അമൃതല്ല, ഏറ്റവും നല്ല ഔഷധം. ഔഷധം അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? പാമ്പിന്റെ ദഹനഗ്രന്ഥിക്ക് ഇംഗ്ലീഷിന്റെ പേര് ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാമോ? വെനം. വെനം വെനം എന്നാൽ വിഷം എന്ന അർത്ഥമില്ല. വെനം എന്നാൽ ഔഷധം എന്നാണ്, മെഡിസിൻ എന്നാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഔഷധം അമൃത്. പ്രോട്ടീൻ, പ്യുവർ പ്രോട്ടീൻ, 95 പ്രോട്ടീനാണ് പാമ്പിന്റെ വെനം. ലോകത്തിലെ ഏറ്റവും നല്ല ഔഷധമാണ്. ഭൂമിക്ക് മുകളിൽ ഏറ്റവും പ്യുവറായിട്ടുള്ള പ്രോട്ടീൻ പാമ്പിന്റെ വെനമാണ്. അപ്പോൾ വിഷമില്ല എന്ന് പറഞ്ഞാൽ വെറും 3 പേരാണ്: അഭിരാമി, ദുർഗ, ഭദ്ര. അല്ല, ദുർഗ, അഭിരാമി. 2 അഭിരാമികാരും ദുർഗയ്ക്ക് മാത്രമാണ് പാമ്പുകൾക്ക് വിഷമില്ല എന്ന് പറയാൻ കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മൾ ഓർത്ത് വെക്കുക, പാമ്പിന് വിഷമില്ല. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി, നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? ഇപ്പോഴത്തെ മൃഗം കടുവ. എന്നാൽ ദേശീയ പക്ഷി ഏതാണ്? പീകോക്കിന്റെ മലയാളം എന്താണ്? മയിൽ. എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ദേശീയ ഉരകം എന്നറിയപ്പെടുന്ന പാമ്പിന്റെ പേരെന്താണ്? രാജവെമ്പാല. എന്താണ്? രാജവെമ്പാല. ഉറച്ചു പറയണം. രാജവെമ്പാല. അല്ല, രാജവെമ്പാല. എന്താണ്? രാജവെമ്പാല. അപ്പൊ ദേശീയ ഉരകത്തിന്റെ പേരെന്താണ്? ഉറച്ചു പറയണം. നിങ്ങൾ ഉറങ്ങിയിരിക്കരുത്. നിങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ട് നമ്മുടെ കൊച്ചു ടിവിയുടെ പ്രേക്ഷകർ ഞെട്ടണം, ഞെട്ടി പൊട്ടണം. അപ്പൊ ദേശീയ ഉരകത്തിന്റെ പേരെന്താണ്? രാജവെമ്പാല. രാജവെമ്പാലയുടെ ഇംഗ്ലീഷ് എന്താണ്? കിങ് കോബ്ര അല്ലെ? എന്നാൽ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഞണ്ടിന് കഴുത്തുണ്ടോ? ഒട്ടകത്തിന് കഴുത്തുണ്ടോ? ജിറാഫിന് കഴുത്തുണ്ടോ? എന്നാൽ ലോകത്തില് ഭൂമിക്ക് മുകളിൽ കഴുത്തില്ലാത്ത ജീവികളുടെ പട്ടികയിലുള്ള ആ അതിഥിയുടെ പേരെന്താണ്? എന്താണ്? പാമ്പുകൾ. മറന്നുപോരും. ഇതൊക്കെ നമുക്ക് പ്രസക്തമായ ചോദ്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഇനി വരാൻ പോകുന്ന തലമുറ പഠിക്കാൻ പോവുകയാണ് പാഠപുസ്തകങ്ങളിൽ. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കും. അങ്കിൾ, നീ പാമ്പ് പിടിക്കാൻ പോകുമ്പോ പാമ്പ് പെണ്ണാണോ ആണാണോ എന്ന് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം? എന്താ മോന്റെ പേര്? സായി കൃഷ്ണ. മോൻ സായി കൃഷ്ണ അല്ലേ? ഇപ്പൊ ഞാനൊക്കെ തിരിച്ചറിയുന്നത് പാമ്പിന്റെ തല നോക്കിയിട്ടാണ്. പെൺപാമ്പുകളുടെ തല, ഏതിനം പെൺപാമ്പുകളുടെയും തല ചെറുതും, പെൺപാമ്പിന്റെ തല ചെറുതും, ചുണ്ടിന് കൂർപ്പുണ്ടാവും, ചുണ്ട് കൂർത്തിട്ട് എങ്കിൽ ഫീമെയിൽ അഥവാ പെൺപാമ്പുകളാണ്. തല വലിയ തലയും ചുണ്ടിന് കൂർപ്പില്ലാത്ത ചുണ്ടുമാണെങ്കിൽ അത് മെയിൽ അഥവാ ആൺപാമ്പുകളാണ്. അപ്പം നിങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഇനി നാളെ പുതിയ കുറേ ആൾക്കാർ പറയും ഇത് പെൺപാമ്പ് ചുണ്ട് കൂർത്തിരിക്കുന്നു, ആൺപാമ്പ് ചുണ്ട് പരന്നിരിക്കുന്നു എന്നൊക്കെ പറയും. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവികൾ ഏതാ? പാമ്പുകൾ. പാമ്പ് എന്ന് പറയുമ്പോൾ ഒന്നാണ് പാമ്പുകൾ. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവി എങ്ങനെ നമ്മൾ നിർണ്ണയിക്കും? ഇപ്പം നിങ്ങൾ കൂട്ടുകാരല്ലേ? നിങ്ങൾ ജനിക്കുമ്പോൾ നമ്മുടെ സ്കിൻസ് വളരെ സോഫ്റ്റാണ്. നമ്മൾ ഇത്തിരി കൂടെ മുതിരുമ്പോൾ ഇത്തിരി കൂടെ ട്രൈ ആവും, ഇത്തിരി കൂടെ കട്ടിയാവും നമ്മുടെ തൊലിയൊക്കെ അല്ലേ? അപ്പോൾ പാമ്പുകൾക്ക് അങ്ങനെയല്ല. ജനിച്ചാൽ മരിക്കുന്നത് വരെ ഒരേ സ്കിൻ, ഒരേപോലെ ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. വൈശാഖ് പറഞ്ഞ ചോദ്യം എന്താണ്? വൈശാഖിന്റെ കേരളത്തിൽ എത്ര ഇനം പാമ്പുകളുണ്ട്? നല്ല ചോദ്യമാണ്. കേരളത്തിൽ ഒരിക്കലും നമുക്ക് 100 ഇനമൊന്നും 80 ഇനമൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതുവരെയുള്ള സർവേയിൽ 72 ഇനം പാമ്പുകളെ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 80 ഇനം പാമ്പുകൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇതിനെ ഒന്നും നമുക്കിപ്പോൾ മണ്ണരയുടെ വംശത്തിൽ ഒത്തിരി ഇനം പാമ്പുകളുണ്ട്. നാക്കുള്ളതെല്ലാം പാമ്പിന്റെ പട്ടികയാണ്. പക്ഷെ നമുക്ക് ഇനിയും കണ്ടെത്താൻ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗുജറാത്തിലൊരു വെറൈറ്റി പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ ഏകദേശം 72 ഇനമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ 80 ഇനം പാമ്പുകൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഈ വനത്തിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയാത്ത കുഞ്ഞു പാമ്പുകളെ എനിക്ക് മനസ്സിലാക്കാനാണ്. എന്നിട്ട് ഞാൻ അവിടെ തന്നെ അങ്ങ് റിലീസ് ചെയ്തു. അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ തയ്യാറാക്കാനോ അവയെ പിടിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനോ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് അവയെ അവിടെ തന്നെ ഉപേക്ഷിക്കും. നമ്മുടെ സർക്കാർ ഒരു പാമ്പിനെ നിരോധിച്ചു കളഞ്ഞു. അതുകൊണ്ട് നല്ല കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട് കൂട്ടുകാരുടെ, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത്, പറമ്പിൽ, അതായത് റോഡിൽ മദ്യപിച്ച് കിടക്കുന്ന ഒരു അങ്കിളിനെ കണ്ടാൽ നിങ്ങൾ എന്തെന്നായിരിക്കും അവരെ കളിയാക്കുക? പാമ്പ്. അങ്ങനെ വിളിക്കാമോ? അവരെ അങ്ങനെ വിളിക്കാമോ? ഉറക്കെ പറ. വിളിക്കാമോ? അങ്ങനെ പാമ്പെന്ന് വിളിക്കാമോ? വിളിച്ചുവിടാം. ശരി. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കരുതെന്ന് പറയുന്നത്? പാമ്പ് നമുക്ക് ഉപകാരം ചെയ്യുന്നു. അതായത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു ഭാഗം അവർ വഹിക്കുന്നുണ്ട്. അപ്പം മറ്റ് പാമ്പുകളോ, മദ്യപിച്ച് കിടക്കുന്ന ആൾക്കാരോ വീട്ടിൽ വന്നിട്ട്
നമ്മുടെ അച്ഛനാണെങ്കിൽ തന്നെ നമ്മളെ അമ്മയെ എടുത്തിട്ട് അടിക്കുന്നു, നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അല്ലേ അല്ലേ? നമ്മൾ മദ്യപിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നമുക്ക് പ്രകൃതിക്ക് അനിവാര്യമായ ജീവിയും നമുക്ക് കുടുംബത്തിന് തന്നെ ഉപദ്രവം ചെയ്യുന്ന ജീവിയെ നമ്മൾ താരതമ്യം ചെയ്യാമോ? ഒരിക്കലും താരതമ്യം ചെയ്യില്ല. നിങ്ങൾ മദ്യപിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മുടെ കൂട്ടുകാർ ഒരിക്കലും പാമ്പെന്ന് സംബോധന ചെയ്യാനേ പാടില്ല. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു വർഷം മരണപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കുറച്ച് പറയും. ശരി, എങ്ങനെയാ മോനെ? രണ്ടുപേരും എത്രയല്ല പഠിക്കണത്? എത്രാം ക്ലാസ്സിലാ മോനോ? 6. അപ്പൊ ജിഷ്ണുവിന്റെയും നമ്മുടെ മോന്റെ പേര് സായി കൃഷ്ണയുടെയും ജിഷ്ണുവിന്റെയും അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കൂട്ടുകാർ ഓർത്തു വെക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എല്ലാ വർഷവും കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് സർവേ നടക്കാറുണ്ട്. വാഹന അപകടങ്ങളെ കുറിച്ച് സർവേ നടക്കാറുണ്ട്. 2011, 2012 കാലഘട്ടങ്ങളിൽ ഒരു 12 മാസ കാലയളവിൽ കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട ആൾക്കാർ 60-നും 100-നും താഴെ, 60-നും 100-നും ഇടയ്ക്ക്. അതേ വർഷം കേരളത്തിൽ വാഹന അപകടങ്ങളിൽ മരണപ്പെട്ട ആൾക്കാർ എത്രയാണെന്ന് അറിയാമോ? 4236 പേരാണ്. അത് സഡൻ ഡെത്ത്, പെട്ടെന്ന്. അത് കഴിഞ്ഞ് അപകടത്തിൽ കുറേ നാൾ കഴിഞ്ഞ് മരണപ്പെടുന്നവരുണ്ട്, 2 വർഷം കഴിഞ്ഞ് മരണപ്പെടുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മളെ ലിസ്റ്റിലില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് എന്തിനാണ്? ഏതാണ്? വാഹനങ്ങൾ. ഈ പാമ്പൊക്കെ വരുമ്പോഴും പാമ്പുകൾ വരുമ്പോഴും മണ്ണെണ്ണ ഒഴിച്ചാൽ അത് പോകുന്ന അറിയാം, ശരിയാണോ? പിന്നെ അതുപോലെ മണ്ണെണ്ണ ഒഴിച്ചാൽ പോയില്ല കുഞ്ഞെ. പാമ്പ് വരാതിരിക്കാനേ മണ്ണെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്, സ്പ്രേ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ആരെപ്പോന്റെ സ്വർണം കടഞ്ഞു വെച്ചാൽ നമുക്കിന്ന് കിട്ടും. മണ്ണെണ്ണ ചോദിച്ചാൽ ആരും തരത്തില്ല. മണ്ണെണ്ണ ഇല്ല എന്ന്. മണ്ണെണ്ണ അത്രയ്ക്ക് അമൂല്യമാണ് അല്ലേ? മണ്ണെണ്ണ സ്പ്രേ ചെയ്യാൻ യഥാർത്ഥത്തിൽ അത് പാടില്ല. പാമ്പിന്റെ ദേഹത്ത് മണ്ണെണ്ണ സ്പ്രേ ചെയ്യരുത്. പാമ്പിന്റെ ദേഹത്ത്, നമ്മുടെ ദേഹത്ത് ആസിഡ് എടുത്തൊഴിക്കുന്ന അവസ്ഥയാണ് പാമ്പിന്റെ. അതെ, പൊള്ളിപ്പോ. ഈ നമ്മുടെ കൊച്ചു ടിവിയുടെ ഈ പ്രോഗ്രാം കാണുന്ന കൂട്ടുകാരും പാമ്പുകളുടെ ദേഹത്ത് മണ്ണെണ്ണ പ്രയോഗിക്കാൻ പാടില്ല. അത് പെട്ടെന്ന് ഓർത്ത് വെക്കുക. അതല്ല, നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ട് സ്ഥലം അവരൊന്ന് അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ വല്ല പറമ്പിലും എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ വീടിന്റെ പരിസരത്ത് നമ്മൾ കാണുന്നു, നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ താനെ അങ്ങ് പോകും. ഒന്നും ചെയ്തു കറക്റ്റ് ആ സൗകര്യമുള്ള സ്ഥലത്തേ പോകുന്നു. വീടിനകത്തോടൊന്നും ഒരിക്കലും നമ്മൾ പേടിപ്പിക്കുമ്പോൾ അന്തപടി ലോകത്തിലെ ഏറ്റവും മാരകമായ അസുഖം ഏതാണ്? അല്ല, ഭയം, പേടിയാണ് ഏറ്റവും വലിയ അസുഖം. ലോകത്തിലെ ഏറ്റവും വലിയ അസുഖം ഭയമാണ്. അതിനപ്പുറം വേറെ വലിയ അസുഖം ഇല്ല. ഭയം കൊണ്ടാണ് എല്ലാ അസുഖത്തിന്റെയും ആരംഭം. അത് മറന്നു പോകാതിരിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ പേടിപ്പിക്കുമ്പോൾ നമ്മൾ അവൻ്റെ അടുത്തോട്ട് അത് വിചാരിക്കുന്നതാണ്, അയ്യോ എന്നെ കൊല്ലാൻ വരണേന്ന് പറഞ്ഞാൽ അത് പേടിച്ച് അങ്ങോട്ട് ഓടിപ്പോകും. നിങ്ങൾ മാറിക്കൊടുക്കും, അത് വന്ന വഴിയെ തിരിച്ചു പോകും. ഒരിക്കലും ഒന്നിനെയും പേടിപ്പിക്കാൻ പാടില്ല, നമ്മൾ ഭയപ്പെടാനും പാടില്ല. അപ്പൊ എന്തായാലും പാമ്പിനെ പരിചയപ്പെടുത്താനായിട്ട് സുരേഷ് ഏട്ടൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നതിനാണ്, പാമ്പിനെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ? നിങ്ങളെല്ലാം റെഡിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സുരേഷ് ഏട്ടൻ എത്തിച്ചിട്ടുണ്ട്. സുരേഷ് ഏട്ടാ, ആരെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആദ്യം? നമുക്കൊരു കുഞ്ഞു പാമ്പിനെ ഒന്ന് കാണാം. കാരണം നിങ്ങൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു പാമ്പ്. അതായത് അദ്ദേഹം നമ്മുടെ പല സ്ഥലങ്ങളിലും മണ്ണുള്ള സ്ഥലം, മണ്ണ് ഇളകി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ മണ്ണിനകത്തേക്ക് ഒളിക്കുന്ന ഒരു സാധനമാണ്. പണ്ടൊക്കെ പന്നീരയുടെ ജനുസായിരുന്നു. ഇപ്പോൾ അതിനെ പാമ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണൂലി എന്ന് പറയുന്ന ഒരു ചെറിയ സാധനമാണ്. ഈ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് മണ്ണൂലി എന്നറിയപ്പെടുന്ന സാൻബവ. നോക്കൂ, ഇതിനെ കണ്ട് ഇതിന് പ്രത്യേകത വാലില്ല. തല നോക്കൂ, നമ്മുടെ അണലിയുടെ തല പോലെ. കടിക്കും, ചിലപ്പോൾ കടിച്ചാൽ തന്നെ വേറെ അപകടമൊന്നുമില്ല. നോൺ വെനമസ് ആണ്. കടിച്ച മരുന്നിൻ്റെ ആവശ്യമേ ഇല്ല. കോമൺ സാൻബവ എന്നറിയപ്പെടുന്ന പാമ്പാണ്. കോമൺ സാൻബവ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്തൊക്കെ വരാം. ഇതിൻ്റെ കടി, നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇതുപോലെ പാമ്പിൻ്റെ കടി ഏറ്റാൽ, ഇതുപോലെ ഈ വാലില്ല, തല ഇങ്ങനെ ഈ കളറാണ്, ഇതിൻ്റെ കടി ഏറ്റാൽ
ആളിനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടായിരുന്നു. ചേട്ടാ, ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ പാമ്പ് കടിച്ചത് ഏത് പാമ്പാണെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റും? അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം പാമ്പിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് മരുന്ന് കൊടുക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള ഒറ്റ മെഡിസിനേ ഉള്ളൂ, കോമൺ ആന്റി വേണം. ഏത് പാമ്പ് കടിച്ചാലും മൂർഖൻ, അണലി, ശംഖു വരെ എന്നിങ്ങനെ 3 പാനം പാമ്പുകളുടെ കടിയേറ്റാൽ ഈ ഇഞ്ചക്ഷനാണ്. ആ ഇഞ്ചക്ഷൻ ആയിട്ടല്ല, ട്രിപ്പാണ്. ട്രിപ്പിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് ഡ്രോപ്പായിട്ട് കയറ്റി വിടും. ഇത് മണ്ണൂലി കണ്ടോ? ആർക്കെങ്കിലും തൊടണോ? വെൽക്കം ബാക്ക് ടു ഇത് കുട്ടിക്കളിയല്ല. അപ്പോൾ സുരേഷ് ചേട്ടനോട് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് കോൾസ് ഈ സമയത്തും സുരേഷ് ചേട്ടൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സുരേഷ് ചേട്ടൻ 3 ഫോണുണ്ടല്ലേ സുരേഷ് ചേട്ടാ? അപ്പം നമ്മൾ മലയാളികൾ, ഇപ്പം ഞങ്ങളെല്ലാം ക്രൂ മെമ്പേഴ്സ് എല്ലാം സുരേഷ് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ട് സുരേഷ് ചേട്ടൻ്റെ ഒരു ഓല മേഞ്ഞ വീടാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അതിശയം തോന്നി. അപ്പോൾ ഇത്രയും കാലം ഇവിടെയുണ്ട്, ഈ പോകുന്നതെല്ലാം മുഴുവൻ സേവനമായിട്ടാണ് ചേട്ടൻ ചെയ്യുന്നതല്ലേ? ഒരു പൈസ പോലും മേടിക്കാതെ. എൻ്റെ ഉദ്ദേശം ഇതുകൊണ്ടൊരു ജീവിതമാർഗം കണ്ടെത്തുക എന്നുള്ളതൊന്നുമല്ല. എനിക്ക് അറിയാൻ കഴിയുന്ന അറിവുകൾ മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ ആയുർവേദമായിരുന്നാലും അല്ലെങ്കിൽ പഴയ വൈദ്യന്മാരായിരുന്നാലും ഒക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ കാരണം പുതിയ തലമുറ ധനത്തിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട്. അപ്പോൾ ആ ധനം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള ഒരു സാധനങ്ങൾ എന്നെ സ്വാധീനിക്കരുത് എന്നൊരു ചിന്ത എനിക്ക്. അതുകൊണ്ട് ഞാൻ ധനം മോഹിക്കുന്നില്ല. പിന്നെ ചില വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ അവരെന്തെങ്കിലും തുച്ഛമായിട്ടുള്ള വരുമാനത്തെ എന്തെങ്കിലും തരും, അത് വാങ്ങും. പിന്നെ അവാർഡുകൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ ഒരു നല്ല മനസ്സിന് ഒരുപാട് അക്സെപ്റ്റൻസ് ഉണ്ട് മലയാളികൾ കേട്ടേട്ടാ. കാര്യം അത് ഒരു സൈഡിൽ പലപ്പോഴും ചേട്ടനത് മനസ്സിൽ വിഷമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ഒരു ദിവസം പറയുകയുണ്ടായി, പത്രസമ്മേളനം, ഞാൻ ഇനി പാമ്പ് പിടിക്കുന്നില്ല എന്ന് വരെ. ചില ചെറിയ മലയാളികളല്ലേ, അതിൽ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് എത്ര നല്ല കാര്യം ചെയ്താലും വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രവൃത്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം ചേട്ടാ. വേറൊന്ന് ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണ ഈ ഒരുപാട് കോൾ വരുമ്പോഴത്തേക്ക് ചേട്ടൻ വിശ്വസിച്ചങ്ങ് പോവുകയാണ്. മലയാളികൾക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാണ് ഒരാളെ ഒന്ന് പറ്റിക്കുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ റോങ് കോൾ ചേട്ടൻ വന്നിട്ടുണ്ടോ? ചേട്ടൻ ഒത്തിരി ഉണ്ട്. മാത്രമല്ല, എനിക്ക് രാത്രി കഴിഞ്ഞ 2011 രാത്രി എനിക്കൊരു എന്നെ ഒരു പാമ്പ് പിടിക്കാനായിട്ട് ആറ്റുകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിച്ചിട്ട് ഞാൻ പാമ്പിനെ പിടിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ബൈക്കിൽ 2 പേര് വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു 4 വർഷമായെന്ന് തോന്നുന്നു, 4-5 വർഷത്തിനായിക്കണം. രാത്രി ഒരു 1:30 മണിയായിരിക്കും. അപ്പോൾ എനിക്കറിയാമല്ലോ എൻ്റെ മനസ്സിൽ എനിക്കുണ്ടാകുന്ന അപകടങ്ങളൊക്കെ എനിക്ക് നേരത്തെ എൻ്റെ മനസ്സിലത് എത്തും, തോന്നലുണ്ടാവും. എനിക്ക് എൻ്റെ എനിക്ക് പാമ്പ് കടിയേറ്റ് ക്രിട്ടിക്കലായ കേസുകളെല്ലാം എനിക്ക് നേരത്തെ. ചേട്ടന് ഒരുപാട് കടിയേറ്റ് കയ്യിലൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാണാം. എനിക്ക് തോന്നുന്നത് ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കണക്കൂട്ടിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ കടി കിട്ടിയത് എനിക്കായിരിക്കാം. പക്ഷെ ചേട്ടന്റെ കുറ്റം കൊണ്ടല്ല, സാധാരണ ഈ കൂടി നിൽക്കുന്ന ആൾക്കാര് ഈ പാമ്പിന് ചേട്ടൻ പറയുന്ന പോലെ ചിലപ്പോൾ അനുസരിക്കണം എന്നില്ല. അവരെ കുറ്റം കൊണ്ട് കാര്യമില്ല. കാരണം ഞാനിപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേദിവസം രാത്രി ഇപ്പോൾ രാവിലെ ഞാൻ 9, 8, 7 മണി 7:30 വന്നിട്ടേ ഉള്ളൂ, 7:00 കിടന്നിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോൾ രാജവെമ്പല പിടിക്കാൻ പോരുന്നു, പത്തനംതിട്ടയിൽ രാജവെമ്പല പിടിക്കാൻ പോരുന്നു. പോയിട്ട് വന്ന സമയത്ത് തന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ അടുത്ത് വന്ന് നിൽക്കണം രാജവെമ്പല പിടിക്കുന്ന സമയത്ത്. അവരെ കുറ്റം പറഞ്ഞാൽ അവർ 15,000-20,000 രൂപയ്ക്ക് മൊബൈൽ വാങ്ങി വെച്ചിരിക്കുന്നത് ഇത് കണക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഷൂട്ട് ചെയ്യാനാണ്. അതുകൊണ്ട് നമുക്ക് അവരെ വേണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താനൊന്നും കഴിയില്ല. അതൊക്കെ അവരുടെ അവകാശമാണ്. പക്ഷെ അവർ കുറച്ചൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്നെ പോലുള്ളവരുടെ ജീവിതം കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാം, ജീവൻ കുറച്ചുകൂടെ നിലനിർത്തി കൊണ്ടുപോകാം. ലോകത്തിൽ ആദ്യമായിട്ട് പാമ്പുകളെ സ്കൂളുകളിൽ കൊണ്ടുപോയി അവയർനെസ് ക്യാമ്പ് സംഘടിപ്പിച്ചതാരായിരിക്കും? ലോകത്തിൽ, വേൾഡിൽ ആദ്യമായിട്ട് സ്കൂളുകളിൽ കുട്ടികളെ മുന്നിൽ പാമ്പുകളെ കൊണ്ടുപോയി അവർക്ക് തൊടാനും പിടിക്കാനും സ്കൂളുകൾ അവയർനെസ് അഥവാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചാരായിരിക്കും? ഒരു നല്ല കയ്യടി കൊടുക്കാം. ആരാണ്? ലോകത്ത് ആദ്യമായിട്ട് പാമ്പിനെ കുറിച്ച് ബോധവൽക്കരണ പരിപാടി നടത്തിയ ഞാനാണ് സ്കൂളുകളിൽ. വേറെ ആരുമില്ല ലോകത്തിൽ, വേൾഡിൽ ആരുമില്ല. ചേട്ടന്റെ ഒരു ലക്ഷ്യം തന്നെ കുട്ടികളുള്ള പേടി മാറുക, അടുത്ത ജനറേഷൻ പാമ്പിന് ഒരിക്കലും. അപ്പൊ നമ്മളെ അടുത്ത ജനറേഷൻ കേൾക്കണോ? അപ്പൊ ഈ ഇപ്പോഴത്തെ ആൾക്കാരെന്താ ബോറാണോ ചിന്തിക്കാം? അല്ല, എല്ലാവരും അത് ഉൾക്കൊള്ളുക. നമുക്കൊരു കുഞ്ഞു പാമ്പിനെ ഒന്ന് പരിചയപ്പെടാം. കാട്ടുപാമ്പ്. കാട്ടുപാമ്പിന് കാട്ടിലെ പാമ്പല്ല, കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന
മലയാളത്തിൽ ഇംഗ്ലീഷിൽ ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരു അതിഥി. ഈ കാട്ടുപാമ്പായോട് കേട്ടാ ഒരു കുട്ടി നല്ല നാടൻ പാട്ട് പാടും. നമുക്ക് ആ പാട്ട് പാടിക്കൊണ്ട് കാട്ടുപാമ്പിനെ നമുക്ക് വരവേറ്റാലോ. അന്ന് ആരാ അത് നാട്ടൻ പാട്ട് പാടുന്നത്? മോളെ അഭിരാമി പാട്ട് പാടത്തില്ലേ? ആ അഭിരാമി ഒരു നല്ലൊരു നാടൻ പാട്ട് ആദ്യം തുടങ്ങട്ടെ. തെയ്യോ തകതാരോന്തിത്തും തകതാനദിനന്തിരന്താരോ തെയ്യോ തകതാരോന്തിത്തും തകതാനദിനന്തിരന്താരോ രാരിക്കണ്ടാരോ രരിക്കണ്ടാരോ ആറ്റിന്റെ താപ്പടപ്പവും പരുന്ത് മാനത്തെ ചെമ്പരുന്ത് പരുന്ത് ആടിവാ ചെമ്പരുന്ത് തെയ്യോ തകതാരോന്തിത്തും തകതാനദിനന്തിരന്താരോ തെയ്യോ തകതാരോന്തിത്തും തകതാനദിനന്തിരന്താരോ രാരിക്കണ്ടാരോ രരിക്കണ്ടാരോ ആ രാരിക്കണ്ടാരോ രരിക്കണ്ടാരോ. അപ്പൊ നമുക്ക് നമ്മുടെ അതിഥിയെ, കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന അതിഥി നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇനി നിങ്ങളുടെ ചോദ്യ ഉത്തര പരിപാടി കേട്ടോ. ഓ അത് നല്ല നീളമുണ്ടല്ലേ? നീളം എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് നീളമില്ല, ഇതിനേക്കാളും വലിയ നീളമുള്ള പാമ്പുകളുണ്ട്. കണ്ട കൂട്ടുകാരെ, ഇതാണ് ഇദ്ദേഹത്തിന്റെ കടി. ചേട്ടാ കടിക്കുന്നുണ്ടല്ലോ. കടി കണ്ട, കടിച്ചിട്ട് മുറിയും കേട്ടോ. ഇതാണ്ടാ, നിങ്ങൾ പേരും ഇത് ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയുള്ളൂ ഇത് കണ്ട കണ്ട. ഇതിന് തല നോക്കൂ, ചെറിയ തല, കുഞ്ഞു തലയിലിടുമ്പോൾ ശരീരത്തിന്റെ പകുതിയുടെ കുറുകിയ വരകൾ. അത് കഴിഞ്ഞാൽ വാലിൻ്റെ അങ്ങോട്ട് വരകളില്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. വാലിൻ്റെ പകുതി കഴിഞ്ഞ മുകളിലേക്ക് വരകളില്ല. ഈ വരകളുള്ളത് കൊണ്ടാണ് ഇതിനെ ട്രിങ്കറ്റ് എന്നറിയപ്പെടുന്നത്. ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്നത്. ചേര ലാബ്, ചേരയുടെ ക്രോസ് എന്നാണ്. ഇത് ചേരയാണ്, ഒരു ടൈപ്പ് ചേരയാണ്, കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇത് കടിക്കും, നന്നായിട്ട് കടിക്കും. കടിച്ച് പറയാൻ അപകടമൊന്നുമില്ല. അങ്കിളിനെ കടിച്ച് അങ്കിളുടെ കയ്യിൽ രക്തം വന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ. കണ്ടോ നിങ്ങൾ? അപ്പൊ ഇങ്ങനെ കടികൾ വാങ്ങുന്നതെല്ലാം കൂടി ഏകദേശം 1 ലക്ഷത്തിലേറെ കടികളായി. ഈ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ എത്ര പ്രോഗ്രാം പങ്കെടുത്തു എന്നറിയാം? ഡെമോ കടി. അതെ, 3000-ലേറെ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ പരിപാടികളിൽ റെസിഡൻസ് ക്ലബ് എല്ലാം കൂടി 3000-ലേറെ പരിപാടി പങ്കെടുത്തു. അപ്പോൾ ഇവ ചിലപ്പോൾ കടിച്ചു വന്നിരിക്കാം. കടിച്ചാൽ തന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല, അലർജി ഒന്നും ഉണ്ടാകത്തില്ല, നോൺ വെനമസ് ആണ്. നിങ്ങൾ കണ്ടല്ലോ, കടിച്ച് ആ രക്തവും കണ്ടു, ഒരു കുഴപ്പമില്ല. ചേട്ടാ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടല്ലോ. അപ്പൊ പല്ലുള്ള പാമ്പ് തന്നെയാണ് കണ്ടോ. അപ്പൊ കണ്ടല്ലോ മക്കളെ, എന്താ അതിന്റെ പേര്? മലയാളം പേരെന്താ? കാട്ടുപാമ്പ്. ഇംഗ്ലീഷ് എന്താ? ട്രിങ്കറ്റ് സ്നേക്ക് അല്ലേ. മറ്റൊരു പേര് ചേര ലാബ്, ചേരയുടെ ക്രോസ് ആണ്. നോക്കിക്കോളാം, വയറ്റിന്റെ അടിയിൽ 2 സൈഡിലും വരകളുണ്ട് കണ്ടോ. ശരീരത്തിന്റെ പകുതി വരെ കുറുകിയ വരകളുണ്ട്. അത് കഴിഞ്ഞാൽ വരകളില്ല. വാല് ഷാർപ്പായിട്ടുള്ള കേട്ടോ. പാമ്പിന്റെ മുട്ട വിരിയാൻ എത്ര ദിവസം എടുക്കും? സംശയം, ഒരു മൂർഖൻ പാമ്പിന്റെ മുട്ട ഒന്ന് കണ്ടിരിക്കാം. മൂർഖന്റെ കുഞ്ഞല്ലേ, നോക്കൂ കണ്ടോ, മുട്ടയെ പത്തി വിരിക്കുന്നുണ്ടോ? പത്തി കണ്ടോ? ആദ്യം നമ്മളെ ചേട്ടനെ കൊണ്ടിന്ന് തൊടിപ്പിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല.